പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഓഗസ്റ്റ് 11 തീയതി ചൊവ്വാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കി 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാസന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ സാന്നിധ്യം, ഈ കൃപാസനത്തിൽ വന്നിറങ്ങി പ്രാർത്ഥിച്ചു പോകുന്ന ലക്ഷോപലക്ഷം മനുഷ്യരുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഞാൻ ഇന്നത്തെ ദിവസത്തെ എൻ്റെ മക്കളുടെ ആവശ്യങ്ങളെ കർത്താവിൻ്റെ ദൃശ്യം സമർപ്പിച്ചുകൊണ്ട് ആശീർവദിക്കുന്നു. കർത്താവെ, അങ്ങയുടെ മക്കളുടെ മേൽ നിൻ്റെ തിരുമുറുപാട് മരുന്നുകരം വെക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ശിരസിൻ്റെ രോഗങ്ങൾ, ബ്രെയിനിലെ സിസ്റ്റുകൾ, ബ്രെയിനിലെ ക്യാൻസറുകൾ, ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ രോഗങ്ങൾ ഈ നിമിഷം ഇത് പ്രാർത്ഥന കൂടുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി ഒഴുകുകയും നീ സുഖപ്പെടുകയും ചെയ്യട്ടെ. തൊണ്ടനൊമ്പരങ്ങൾ,
അത്തോൺസൈറ്റുകൾ, തൈറോയിഡുകൾ, ശ്വാസകോശ രോഗങ്ങൾ, ഉദര രോഗങ്ങൾ, പിസ്ത രോഗങ്ങൾ, PCOD രോഗങ്ങൾ, സർവാംഗവാത രോഗങ്ങൾ, വൃഷ്ണരോഗങ്ങൾ, കർത്താവിൻ്റെ നാമത്തിൽ ഉച്ചമുതൽ ഉള്ളങ്കാര് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. മരുന്ന് ലേപനമല്ല, അങ്ങനെ വചനമാണല്ലോ അങ്ങനെ മക്കളെ സുഖപ്പെടുത്തുന്നത്. വചനത്തിൻ്റെ കരുത്തായ ശക്തിയാൽ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ അങ്ങനെ മക്കൾ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവെ, ഇന്നത്തെ യാത്ര, ഇന്നത്തെ സംസാരം, ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻസ്, ഇന്നത്തെ ഒപ്പുകൾ, ഇന്നത്തെ എഴുത്തുകൾ, ഇന്നത്തെ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, കർത്താവ് ഇന്ന് ചെയ്തു തീർക്കേണ്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളുടെ മേലും എൻ്റെ മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി പ്രവർത്തിക്കുകയും മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരം നിലമേലങ്കിയാൽ നിങ്ങളെ പൊതുകയും സന്തോഷത്തോടെ നിങ്ങൾ രാത്രി തിരിച്ചു വരാൻ ദൈവം അനുവദിക്കുകയും ചെയ്യട്ടെ. മക്കളെ, നമ്മൾ ഇപ്പോൾ ഈ സീരീസിലുണ്ടല്ലോ, നമ്മൾ ഒരു ടോപ്പിക് എടുത്തിട്ട് അതിൻ്റെ ഘടനകൾ എങ്ങനെയാണ് നമ്മൾ പരിശോധിച്ച് എങ്ങനെയാണ് കൃപയിൽ വളരുന്നതെന്ന് നോക്കുകയാണ്. അതായത് ഇപ്പോൾ നമ്മൾ തന്ത്രം അതിൻ്റെ അകത്തുള്ള അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. ഈ കഴിവെന്നാണ് കൃപയെന്ന് പറയണത്. കൃപയെന്ന് പറയണത് ആ യോഹന്നാൻ 1:12 നമ്മൾ 1:16 വരുമ്പോൾ അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപ ലഭിച്ചിരിക്കുന്നു. അപ്പോൾ മേൽകൃപ എന്ന് പറഞ്ഞാൽ അപ്പോൺ ഗ്രേസ്. ഈ അതീത കൃപ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമുക്കെന്താ വേണ്ടത്? ഫെയ്ത്ത് അപ്പോൺ ഫെയ്ത്ത് വേണമെന്ന് പറഞ്ഞായിരുന്നു. ഫെയ്ത്ത് അപ്പോൺ ഫെയ്ത്തിൻ്റെ വൺ സ്റ്റെപ്പാണ് ഇന്നലെ നമ്മൾ കണ്ടത്. ദൈവം സൈലൻസ് ആയിരിക്കുമ്പോൾ നമ്മൾ സിൻസിയർ ആയിരിക്കണം. വെൻ ഗോഡ് ഈസ് സൈലൻസ് വി മസ്റ്റ് ട്യൂൺ ടു ദി സിൻസിയറിറ്റി. അത് നമ്മൾ സത്യസന്ധമായിട്ടാണ് വിഷയം. അപ്പോൾ ചില ആൾക്കാർക്ക് എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ദൈവം സൈലൻസ് ആകണമെങ്കിൽ പിന്നെ ഇവർ ഉഴപ്പാൻ തുടങ്ങും. അപ്പോൾ അവർ ദൈവമക്കളല്ലല്ലോ. ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഉത്തരവൊന്നും കിട്ടണില്ല, അതുകൊണ്ട് ഞാൻ എഴുന്നേക്കണ താമസിക്കും, പിന്നെ അതൊരു സേവനം കുറക്കും, പ്രവർത്തനം കുറക്കും, ഉഴപ്പാൻ തുടങ്ങും സൈലൻസ് ആകുമ്പോൾ. ഇങ്ങനെയുള്ള ആൾക്കാർ ഉഴപ്പി പോകണമെന്ന് തന്നെയാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. അതാണ് കർത്താവ് സൈലൻസ് ആകണം. ഇനി രണ്ടാമത്തെ സെക്ഷനിൽ വരുമ്പോൾ ഫെയ്ത്ത് അപ്പോൺ ഫെയ്ത്ത് എന്ന് പറയുമ്പോൾ ഈ കാനൻകാരിയുടെ പെർസിവറൻസ് ഭയങ്കരമാണ്. അവൾ ആ ഉദ്യമത്തിൽ നിന്ന് മാറുന്നില്ല. എന്നാൽ അവൻ ഒരു വാക്ക് പോലും ഉത്തരം പറഞ്ഞില്ല. ശിഷ്യന്മാർ അവനോട് അഭ്യർത്ഥിച്ചു, അവളെ പറഞ്ഞയച്ചാലും അവൾ നമ്മളുടെ പിന്നാലെ വന്ന് നിലവിളിക്കുന്നു. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇവള് ശിഷ്യന്മാരുടെ അടുത്ത് ഒരു മധ്യസ്ഥ പ്രാർത്ഥന പോലെ പറഞ്ഞില്ലെങ്കിലും കണ്ണ് കാണിച്ച് കളയും. ഒന്ന് പറയാ എനിക്ക് വേണ്ടി പറയാൻ ആരുമില്ല, എനിക്ക് കർത്താവിനെ പരിചയമില്ല. അപ്പം കർത്താവിനെ പരിചയമില്ലാഞ്ഞിട്ട് പോലും ഇവള് കർത്താവിൻ്റെ കരുണയിൽ ഭയങ്കര വിശ്വാസമാണ്. ചില ആൾക്കാർ രക്ഷപ്പെടുന്നത് അങ്ങനെയാണ്. കർത്താവിനെക്കുറിച്ചൊന്നും അറിയത്തില്ല, പക്ഷെ ഒരു കാര്യം അറിയാം, കർത്താവ് കരുണയുള്ളവനാണെന്ന്. ക്രിസ്തുവിനെക്കുറിച്ച് എന്താണ് അടിസ്ഥാനപരമായിട്ട് അറിയേണ്ടതെന്ന് വെച്ചാൽ ദൈവത്തെക്കുറിച്ച് അറിയേണ്ടത് വെച്ചാൽ ദൈവം കരുണയുള്ളവനാണെന്ന് തന്നെയാണ് അറിയേണ്ടത്. അതുകൊണ്ട് ഇവൾ വിട്ടുപോരാൻ തയ്യാറല്ല. ദൈന്യതയോട് പത്രോസിനെ കണ്ണു കാണിച്ച് പറയും, എനിക്ക് വേണ്ടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്ന് പറയും. അവിടെ പത്രോസ് മുന്നോട്ട് വന്നിട്ട് അവളോട് ഇതൊന്നും നടക്കത്തില്ല എന്ന് അറിയത്തില്ല, പക്ഷെ പത്രോസിനും കർത്താവ് ഇവളെ കൈവിടത്തില്ല എന്നുള്ള ഒരു ഫെൽറ്റ് നോളജുണ്ട്. കർത്താവിൻ്റെ കൂടെ കുറേ നാളായില്ലേ നടക്കുന്നത്. അപ്പോൾ കർത്താവ് നടക്കുമ്പോൾ ഇവളെ ഇപ്പം മിണ്ടിയില്ലെങ്കിലും ഇവളെ കൈവിട്ട് കളയുമെന്നുള്ള കുറിച്ച് പത്രോസ് ചിന്തിക്കണില്ല. പത്രോസ് ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ കർത്താവ് ചിലപ്പോൾ കേട്ടെന്ന് വരും. കർത്താവിൻ്റെ മൈൻഡ് സെറ്റ് അതാണെന്ന് അറിയാവുന്നത് കൊണ്ട് പറയും, നമ്മുടെ കൂടെ ഇവള് കരഞ്ഞുകൊണ്ട് വരണമല്ലോ, ഇവളെ ഒന്ന് ഡിസ്പേഴ്സ് ചെയ്യാൻ പാടില്ല എന്ന് ചോദിക്കും. അപ്പം അതിന് പത്രോസ് പറയേണ്ടവർ പറയുമ്പോൾ റെസ്പോണ്ട് ഉണ്ടാവില്ല. പത്രോസോടും ഉണ്ടായിരിക്കേണ്ട കാര്യമില്ല. അത് ഈ മധ്യസ്ഥ പ്രാർത്ഥന നമ്മൾ ഗുണമായാലും ദോഷമായാലും മധ്യസ്ഥത്തിന് ദൈവം മറുപടി പറയും. അതാ വിഷയം. ചിലപ്പോൾ അത് ഗുണമായിരിക്കും, അത് നമ്മുടെ കയ്യിരിപ്പ് പോലെ ഇരിക്കും. പക്ഷേ മധ്യസ്ഥൻ ഒരു വിഷയം പറഞ്ഞാൽ അതിപ്പോൾ സിസ്റ്റർ സെബസ്ത്യാനോസും അന്തോനിസായാലും ആരും കുഴപ്പമില്ല. അവർ നമ്മുടെ വിഷയം ഏറ്റെടുത്ത് പറഞ്ഞാൽ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഈശോ അതിനെ റെസ്പോണ്ട് ചെയ്തിരിക്കും. ഈശോയുടെ റെസ്പോണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് റെസ്പോൺസാണ് പറയുന്നത്. അവൻ മറുപടി പറഞ്ഞു, ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. ഇതാണ് പ്രശ്നം. ദൈവത്തോടൊക്കെ ഇൻട്രാക്ട് ചെയ്യണമെങ്കിൽ കുറച്ച് ക്ലെയിമൊക്കെ ഉണ്ടാകണമേ, അത് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഹി ഹാസ് നോ ക്ലെയിം. അവർക്കല്ല വചനം കൊടുത്തിരിക്കുന്നത്. വചനം യഹൂദനെയാണ് കൊടുത്തിരിക്കുന്നത്. അവനാണ് തിരഞ്ഞെടുക്കപ്പെട്ട ജനം.
അവനാണ് മരുഭൂമിയിലുള്ള എല്ലാ പരീക്ഷകളും അതിജീവിച്ചവന് വാഗ്ദാന നാട് പ്രാപിച്ചവൻ. സോ അവനല്ല ഇത്. ഇവർക്ക് ദൈവമായിട്ട് ബന്ധമില്ല. കുറേ അന്ധവിശ്വാസങ്ങൾ ആകത്തുകയാണ്. ഐ ഡോണ്ട് വാണ്ട് ടു റെസ്പോണ്ട് ഇറ്റ്. വളരെ നിശ്ചിതമായ രീതിയിൽ പറയുകയാണ്. അപ്പോഴേ അവൾക്ക് മനസ്സിലാവും തനിക്ക് ക്ലെയിം ഇല്ലെന്ന്. ക്ലെയിം ഇല്ലെന്ന് മനസ്സിലായിട്ട് പിന്നെയും ഇവൾ എന്നാ വിട്ടു പോകണ്ടേ? പോകത്തില്ല. അതാണ് കാനംകാരി. ഫെയ്ത്ത് അപ്പോൺ ഫെയ്ത്ത്. കർത്താവിൻ്റെ കരുണയുടെ വാതിൽ പെട്ടെന്ന് ഷട്ട് ഡൗൺ ആകും. എന്താ പറയണത്? നിയമപരമായിട്ട് എനിക്ക് അവകാശമില്ല. ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത് ഇസ്രായേൽ വംശത്തിലെ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുക്കത്തേക്കാണ്. ആ ടെക്നിക്കലായിട്ട് അത് ശരിയാണ്, നിയമപരമായിട്ട് ശരിയാണ്. ആളുകളുടെ അടുത്തേക്കുമാണ്, അതാണ് ശരി. പക്ഷെ എന്നാലും ഈശോ സ്റ്റാൻഡ് എടുക്കുകയും കാര്യം അതിൻ്റെ ഈ കാനംകാരി നിപ്പിലിങ്ങനെ ഇവിടെ ഗ്രാഫ് ഇങ്ങനെ ഉയർത്തുക. അവൾ തന്നെ ദൈവം സഹായിക്കണില്ല. അവളാ കൂടാതെ ആരും സഹായിക്കണില്ല. നമ്മുടെ വിശ്വാസത്തെ ഉയർത്തേണ്ടത് നമ്മൾ തന്നെയാണ്. അതാണ് ഏറ്റവും വലിയ വിശ്വാസം. അപ്പോൾ പത്രോസ് അവളുടെ വിശ്വാസത്തെ അവിടെ ക്ലെയിം, കർത്താവ് അവിടെ ക്ലെയിം ക്യാൻസൽ ചെയ്യുക, ഡിസോൺ ചെയ്യുന്നു. യു ഹാവ് നോ ക്ലെയിം. ദേ പൈതലേ, ചില സമയത്ത് ഇപ്പം നിൻ്റെ ഭർത്താവ് ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ചേട്ടത്തി വന്ന് എന്നെ പറ്റിച്ച്. അതായത് ചേച്ചി ഞാൻ അടുത്താരെ ആൾക്കാരെ കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ കൊടുങ്കാറ്റ് പോലെ കരഞ്ഞു പോയി ഒരു ചേട്ടത്തി വന്നു. അവിടെ ചീട്ടിരിപ്പുണ്ട്. ആ ചീട്ട് എങ്ങനെ സംഘടിപ്പിച്ചതെന്ന് എനിക്കറിയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ കരച്ചിലും പോയി നോക്കിയപ്പോൾ അവിടെ ഒരു ഫോട്ടോ ഇരിപ്പുണ്ട്. മകൻ ഇങ്ങനെ അവരുടെ റിലേറ്റീവാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ മകനാണോ അപ്പനാണോ നമുക്ക് ചോദിക്കേണ്ട കാര്യമില്ല, രോഗിയാണത്. അയാൾക്ക് മെയിൻറ്റേഴ്സ് മറ്റേ വന്നിരിക്കുകയാണ്. അപ്പോൾ എനിക്കറിയാം ഇതിൻ്റെ അകത്ത് കള്ളച്ചീട്ടാണ് ഈ സംഭവം എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനത് നോക്കിയില്ല. എന്താ കാര്യം? അവിടെ നമ്മളത് അതിനെ വിസ്തരിക്കുകയല്ല വേണ്ടത്. കരുണയുടെ കർത്താവിൻ്റെ അൾത്താരെ നിൽക്കുമ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? ആ വിഷയം ആദ്യം സെറ്റ് ചെയ്യണം. ഞാൻ വിഷയം അയാൾക്ക് വേണ്ടി എല്ലാവർക്കും പ്രാർത്ഥിക്കുന്ന പോലെ അവർക്ക് വേണ്ടി തരം പൂശി പ്രാർത്ഥിച്ച് ആൾക്കാരെ കൊണ്ടുപോയി മാതാവിൻ്റെ മധ്യസ്ഥന് വെച്ചിട്ട് ഞാൻ തിരിച്ചു കൊടുത്തിട്ട് അവിടെ ഉടമ്പടി പേപ്പർ എടുത്തപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇവർക്ക് ഉടമ്പടി പേപ്പർ ഇവിടെ കൃപാസനത്തിൽ വരാനുള്ള റൈറ്റ് ഇല്ല. അത് 24 ഒക്ടോബർ മാസത്തിൽ ഉടമ്പടിയാണ്. ഇന്ന് വരെ ആ സാധനം തുറന്നു നോക്കിയിട്ടില്ല. ഇന്ന് കൊണ്ടുവന്ന് പുതുക്കിയിരിക്കുക. എന്താ കാര്യം? ഈ പേപ്പർ കാണിക്കാൻ വേണ്ടിയാണ്. ഷീ ഹാസ് നോ ക്ലെയിം. ദൈവത്തിന് പറ്റിപ്പാണ് ഒരു ഉടമ്പടി. അപ്പം ഞാൻ ചോദിച്ചു, ചേച്ചി ഇത് ക്യാൻസൽഡ് ഉടമ്പടിയാണല്ലോ. അല്ല, ഉടമ്പടി എടുത്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു എനിക്കത് പൂർത്തിയാക്കാൻ പറ്റിയിരുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, പിന്നെ നിങ്ങളെന്താ ദൈവത്തെ പറ്റിക്കാൻ പോയത്? ഉടമ്പടി എടുക്കാൻ പോയത് എന്തിനാ? നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ദൈവത്തെ പറ്റിച്ച് അവരാ പണി മേടിക്കുന്നതല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എപ്പോഴും നമ്മൾ ഉടമ്പടി എടുക്കുന്നത് ശ്രദ്ധിക്കണം. പക്ഷേ എന്നാലും അവർക്ക് 0 ക്ലെയിമാണെന്ന് വിചാരിച്ചു. പക്ഷെ അവർക്കൊരു ക്ലെയിമുണ്ട്. എന്താ കാര്യം? അവർ ഈ അത്യാസന സമയത്ത് അവർക്ക് ക്ലെയിം ഇല്ലെങ്കിലും അവർ കർത്താവിനെ ആശ്രയിച്ച് ആൾക്കാരെ വന്നു എന്നുള്ളതാണ് അവരുടെ ക്ലെയിം. മനസ്സിലായില്ലേ? ഇതാണ് കാനംകാരിയുടെ ഗ്രേസ് അപ്പോൺ ഫെയ്ത്ത് അപ്പോൺ ഫെയ്ത്ത് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ക്ലെയിം ഇല്ലെന്ന് നിങ്ങളൊരു പാപത്തിലാണ്. നിങ്ങൾക്ക് ക്ലെയിം ഇല്ലെന്ന് വിചാരിച്ചോ? എന്നാലും നിങ്ങൾ കുർബാന കൂടിയിട്ട് ദിവസങ്ങളായി പ്രത്യേക സാഹചര്യപ്പെട്ടു കിടപ്പിലാണെന്ന് വിചാരിച്ചോ? എന്നാലും നിങ്ങൾക്ക് ക്ലെയിമുണ്ട്. എന്താ കാര്യം? കർത്താവിൻ്റെ കരുണയുടെ വാതിൽ നിങ്ങൾക്ക് വേണ്ടി ഏത് സമയത്തും തുറക്കപ്പെടാമെന്ന് അവൻ നമുക്ക് വാഗ്ദാനം തന്നിട്ടുണ്ട്. അത് ക്ലെയിമാണ്. അപ്പം ഫെയ്ത്ത് അപ്പോൺ ഫെയ്ത്തിൽ നമുക്ക് 0 ക്ലെയിമാണ്. നമുക്ക് അവകാശവാദങ്ങളില്ലെങ്കിലും നിങ്ങൾ കർത്താവിൽ ആശ്രയിക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.